എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ മാരുതി സുസുക്കിയുടെ ഡിസയർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന 5 കാരണങ്ങളാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കുറെ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയ ഡിസയറിൽ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടത്തെ ആ ഒരു ഫേസ് തന്നെയാണ്. ഫ്രണ്ട് ഒരു മുഖം കാണാൻ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് നല്ല ഈസ്തറ്റിക്കലി നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏർലിയർ ഡിസൈറിനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണ് മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാൻ നല്ല ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു എയർ ഡാം കാണാനും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ക്രിസ്റ്റൽ വിഷൻ LED ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ അതിലൊരു 1, 2, 3, 4 ഹെഡ് ലാമ്പായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു ലൈൻ DRL വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും ഫോഗ് ലാമ്പും. പിന്നെ ഈ ഒരു സ്പോർട്ടി എസ്തെറ്റിക് ലുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം ഒരു ഫോഗ് ലാമ്പിൻ്റെ കവർ ചെയ്തിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്തെ ഒരു ലിപ്പും ഈ ഒരു ബ്ലാക്ക് ഫിനിഷും അതൊക്കെ കാണാൻ നല്ല ഒരു അട്രാക്റ്റീവ് സ്പോർട്ടി ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വീൽസിലേക്ക് വരികയാണെങ്കിൽ 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. പിന്നോട്ട് വരികയാണെങ്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ റെയറിലേക്ക് വരികയാണെങ്കിൽ നല്ല അട്രാക്റ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആരോ ഷേപ്ഡ് LED റെയർ ലൈറ്റ്സാണ് വരുന്നത്. പിന്നെ ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഹാലജൻ റിവേഴ്സ് ലൈറ്റ്സും. പിന്നെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്ടി കാറിൻ്റെ ഒരു ഈ പിന്നത്തെ ഒരു സ്കേർട്ടിംഗ് ഒക്കെ കണ്ടല്ലോ, ആ ഒരു ഡിസൈൻ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പോയിലർ ഷേപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഈ ഒരു സ്പോയിലർ ഷേപ്പ് കൊടുക്കുന്ന കാരണം തന്നെ ഒരു ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഒരു സെഡാന് പുറമേ ഒരു സ്പോർട്ടി സെഡാൻ എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ കാണാനും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് റീസൺ നമ്പർ 1. ഇനി നമുക്ക് അടുത്ത റീസൺ നോക്കാം. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫീച്ചേഴ്സാണ്. അതായത് ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്. അപ്പോൾ മാരുതിയുടെ ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറാണ്. വേറൊരു വാഹനത്തിനും അങ്ങനെ ഇലക്ട്രിക് സൺറൂഫ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെയാണ് എൻ്റെ സ്വിച്ച് വരുന്നത്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മുന്നേ ഈ ഒരു സംഭവം തുറന്നിട്ട് ഇത് നോക്കാം. കണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാറ്റാടി യന്ത്രമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ഡ്രൈവർ യാത്ര ചെയ്യരുത്, മറ്റേ ഞാൻ ഉദ്ദേശിച്ച പാസഞ്ചേഴ്സാണ്. ഇത് ക്ലോസ് ചെയ്യാം. എൻ്റെ ഓപ്ഷൻ ഭയങ്കര സിമ്പിളായിട്ട് അധികം കോംപ്ലക്സ് ആയിട്ടൊന്നുമല്ല സംഭവം. ഇങ്ങടാക്കിയാൽ അടയും, ഇതാക്കിയാൽ തുറക്കും. അത്രയും സിമ്പിളായിട്ടാണ് മാരുതി ഒരു സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വിത്ത് സറൗണ്ട് സിസ്റ്റം ബൈ ആർക്കമീസ്. അത് ആർക്കമീസിൻ്റെ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സൗണ്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. பட்டக்கூடாதுன்னு சொல்லி சூப்பர் குட் ஃபிலிம்ஸ்க்காக நீ வருவாயான படத்தை இயக்குவதற்காக முடிவெடுத்து കഥ சொல்ல ആരംഭിത്താകിവിട്ടത്. കഥ ചൗധരി സാർക്ക് ரொம்ப പിടിച്ചു. അത് കേട്ടല്ലോ അല്ലേ. സറൗണ്ട് സിസ്റ്റം അത്യാവശ്യം നല്ലൊരു സ്പീക്കർ സിസ്റ്റമാണ് വാഹനത്തിൽ വരുന്നത്. രണ്ടാമത്തെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് സുസുക്കിയുടെ കണക്ട് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഹനം എവിടേക്കാണ് പോകുന്നത്, എത്ര ഡിസ്റ്റൻസ് പോയി, അങ്ങനത്തെ സർവീസ് ഡ്യൂ, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു റീസണാണ് രണ്ടാമത്. ഇനി അടുത്ത റീസൺ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി സേഫ്റ്റിയാണ്. അതെ, അപ്പോൾ എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഈ വാഹനത്തിൽ മൊത്തം 6 എയർ ബാഗാണ് വരുന്നത്. അപ്പോൾ SRS എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. അടുത്തൊരു സേഫ്റ്റി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 360 ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വാഹനം അഡ്ജസ്റ്റ് ചെയ്ത്, അത് പ്ലേ ആയ കാരണം ഇത് പ്ലേ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് നീക്കാവുന്നതാണ്. അതിപ്പോൾ കല്ലോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാനും കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. കാരണം ഓരോ സമയം അനുസരിച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ അടിഭാഗം മൊത്തം ഏരിയയുടെ അടുത്ത് വല്ല കല്ലോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനും അറിയാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു സേഫ്റ്റിയുടെ ഫീച്ചർ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പ്ലസ് അതർ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവർ ബ്രോഷറിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞുതരും. അപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ആവറേജ് ഫ്യൂൾ എക്കണോമി റേഞ്ച് ഇതെല്ലാം കാണിക്കും. അപ്പോൾ മുകളിലേക്കൊന്ന് സ്ലൈഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് TPMS പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് എത്ര PSI ആണ് വീലിൻ്റെ കിടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ചിലത് അൺഈക്വലാണ്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആയിട്ടിരിക്കും. അപ്പോൾ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ടയർ അല്ല കാറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഇതിൽ മോണിറ്റർ ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതും ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറാണ്. അടുത്തൊരു കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നാലാമത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കംഫർട്ടാണ്. അതെ, മാരുതി എന്താണ് ഡിസയറിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സാധാ ഡിസയറിനെക്കാട്ടിലും കുറച്ചുകൂടി വിടുത്ത് കൂടുതലാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും കൂടുതൽ വിടുത്തുള്ളൊരു വാഹനമാണ്. അപ്പോൾ 1735 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വിടുത്ത് വരുന്നത് ടോട്ടലി. അപ്പോൾ ഇൻറ്റീരിയേഴ്സിലൊക്കെ നല്ല സ്പേസ് ആയിരിക്കും, കംഫർട്ടബിളായിട്ട് നമുക്ക് ദൂരയാത്രകളൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയേഴ്സിൽ വരികയാണെങ്കിൽ
നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ USB ചാർജർ വരുന്നുണ്ട്, പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ. റിയറിലേക്ക് പോവുകയാണെങ്കിൽ റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ സ്പീഡൊക്കെ. അതുപോലെ തന്നെ അഗെയിൻ ഒരു USB ചാർജർ പോർട്ടും പിന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജനറേഷന് പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഹെഡ് റൂമും കുറച്ചേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഹെഡ് റൂം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൈ സപ്പോർട്ടും അത്യാവശ്യമുണ്ട്, ഒരു ഡീസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ലെഗ് റൂമും അത്യാവശ്യമുണ്ട്. അപ്പോൾ അതായിരുന്നു 4ാമത്തെ കാരണം. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പവർഫുൾ എഞ്ചിനാണ്. 1.2 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ G സീരീസ് അല്ലെങ്കിൽ Z സീരീസ് എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാനുവലി 24.79 km/ലിറ്റർ ആണ് മൈലേജ് വരുന്നത്. എന്നാൽ ഇതിൽ അതായത് മാനുവൽ ആൻഡ് AGS അതല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് പുതിയൊരു ടെക്നോളജിയാണ് മാരുതിയുടെ എഞ്ചിൻ വരുന്നത്, ഗിയർ ബോക്സ്. അപ്പോൾ മാനുവലിൽ നമുക്ക് 24.79 കിട്ടുന്നത്, എന്നാൽ ഓട്ടോമാറ്റിക്കലി അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ AGSൽ നമുക്ക് 25.71 km/ലിറ്റർ ആണ് മൈലേജ് മാരുതി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് പെട്രോളും അതുപോലെ തന്നെ CNG പ്ലസ് പെട്രോളിലാണ് വാഹനം വരുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു 5 കാരണങ്ങൾ ഈ വാഹനം വാങ്ങാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഡു ലൈക്ക് അവർ വീഡിയോ ആൻഡ് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും 4 വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും നന്ദി, നമസ്കാരം.